ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും എത്ര ചെയ്താലും പണികൾ ബാക്കിയായിട്ട് വരുമല്ലേ. ഒരു സ്ഥലം തന്നെ എൻ്റെ ഗാർഡനിൽ എപ്പോഴും ഒരുപോലെ ഇരിക്കാറില്ല. ഞാൻ അങ്ങോട്ട് മാറ്റി, ചെടികൾ ഇങ്ങോട്ട് മാറ്റി, അങ്ങനെ പലതരം അറേഞ്ച്മെൻറ്റ് പരീക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു കോർണർ ഇന്ന് ഞാനൊന്ന് വേറൊരു രൂപത്തിലാക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു കോർണറിനെ മൂടി പിടിപ്പിക്കലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആ കോർണറിലത്തെ എന്താ പറയുക ഓർഡറിലാണ് നിൽക്കുന്ന ചെടികളെല്ലാതും പറിച്ച് കളഞ്ഞിട്ട് അത് സെറ്റ് ചെയ്ത് അവിടെ ഒരുപോലെയുള്ള കുറച്ച് ചെടികളെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെ വെച്ചൊന്ന് സെറ്റാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഇരിക്കുന്ന ചെടികളെല്ലാതും മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇവിടെ പുതിയ ചെടികൾ വെക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു കോർണറിന് ഹെമിഗ്രാഫിസ് റിപ്പാണ്ട എന്ന് പറഞ്ഞാൽ ഈ ഇനം പുല്ല് വെച്ചിട്ടൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുവാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗം ഇപ്പം നല്ലൊരു വെയിൽ ഡയറക്റ്റായിട്ട് അടിച്ചിട്ടും പിന്നെ ഒരു തുരപ്പം വന്ന് മാന്തിയിട്ടും അങ്ങനെ ആ ഒരു സൈഡ് ആകെ ഒരു മോശമായിട്ട് കിടന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഈ പുല്ലൊക്കെ പറിച്ച് അതൊന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും ഈ പുല്ല് ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്കങ്ങനെയാണ്, എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കില്ലല്ലോ. ഗാർഡനിൽ എപ്പോഴും മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ അവിടെ തന്നെ ഞാൻ കുറച്ച് പുല്ലുകൾ അപ്പുറമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തിട്ട് ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇത് വെച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് വേര് പിടിക്കണ വരെ നമ്മളിതിന് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തുറ്റായിട്ട് വന്നിട്ട് ഒരു ബോർഡർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഒരുപോലത്തെ ചെടികൾ തന്നെ ഒരുപാട് ഞാനിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഒരുപോലെയുള്ള കുറച്ച് ചെടികൾ എടുത്തിട്ട് അവിടേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഈ സ്പൈഡർ പ്ലാന്റ് വളർത്തുമ്പോൾ ഇങ്ങനെ ഓരോ വള്ളികൾ വന്നിട്ട് അതിൽ ഒരുപാട് ചെടികളുണ്ടാവും. അപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ നമുക്ക് മാറ്റി പറിച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പൈഡർ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഒരു സ്പൈഡർ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ എല്ലാതരം സ്പൈഡർ പ്ലാന്റും. പിന്നെ ഇവിടെ എൻ്റെ അമ്മയുണ്ട്. അമ്മയും ഞാനും കൂടിയിട്ടാണ് കേട്ടോ ഈ ഗാർഡനിൻ്റെ ഈ അറേഞ്ച്മെൻറ്റൊക്കെ എപ്പോഴും ചെയ്യാറുള്ളത്. അമ്മയാണ് പ്ലാന്റ്സൊക്കെ മെയിനായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വയ്ക്കുന്ന ആളെന്ന് പറയുന്നത്. അപ്പം ഞാൻ വീട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അമ്മ ഒരുപാട് ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇവിടേക്ക് മാറ്റാൻ പോവാണ്. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അഗാവേ ചെടി ഞാനൊരു കോർണറിലേക്ക് വെച്ചു. എന്നിട്ട് അതൊരു സെമി സർക്കിൾ പോലെ ചെടികൾ വെക്കാനായിട്ട് പോവാണ്. അപ്പം ആദ്യം വെച്ചത് അരീലിയ പ്ലാന്റ് ആണ്. പിന്നെ വെച്ചത് നമ്മുടെ അഗ്ലോണിമയാണ്, റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ. പിന്നെ അതിന് ചുറ്റുമായിട്ട് കലാത്തിയ വെച്ചു. പിന്നെ അതിന് ചുറ്റുമായിട്ട് പെൻഡാനസിൻ്റെ പ്ലാന്റ്സുകൾ കുറച്ചുണ്ടായിരുന്നു. അത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. റോസ് സിങ്കോണിയം കലാത്തിയയുടെ അപ്പുറത്തായിട്ട് തന്നെ വെച്ചു. അതുപോലെ പച്ച സിങ്കോണിയം ഒരു സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കാണ് ഈ കോർണറിൽ കാണുന്നത്. പിന്നെ ഈ ഒരു ബെഞ്ച് പോലെ ഇവിടെ ഞാൻ മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഇപ്പോൾ ആകെ വേണ്ടാത്ത കുറച്ച് ചെടികളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം ആ ചെടികളൊക്കെ മാറ്റിയിട്ട് പുതിയ ചെടികൾ ഇവിടെ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഗാർഡൻ മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള മേക്ക് ഓവർ എന്നല്ല, പഴയ ചെടികൾ മാറ്റി അവിടെ പുതിയ ചെടികൾ വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ ഈ മേക്ക് ഓവറിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് പീസ് ലില്ലീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പീസ് ലില്ലീസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ആ പീസ് ലില്ലികളെല്ലാം തന്നെ ഈ ഒരു സ്റ്റാൻഡിൽ വെക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ ആവശ്യമില്ലാത്ത ഇതുപോലത്തെ കുറച്ച് കല്ലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ചെറിയൊരു ഹൈറ്റിലൊക്കെ ചെടികൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെയൊക്കെ ചെടികൾ നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ചെടികളെല്ലാം തന്നെ ഞാൻ ഒരു ചെടിയിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്.
അപ്പോൾ ഈ പ്രൊപ്പഗേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് ചെടികൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയിൽ ഒരേപോലെയുള്ള ചെടികൾ മൂലയ്ക്ക് നമുക്കങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ എൻ്റെ ഒരു അഗ്ലോണിമ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടി ഞാൻ ഇതും കൂടെ പടർത്താൻ നോക്കുകയാണ്, പടരുമെന്ന് അറിയില്ല. പിന്നെ ഇതെൻ്റെ ആകാശമുല്ല ചെടിയാണ്. അതെൻ്റെ ഒരു ഡ്രാഗൺ ട്രീ മരമുണ്ട്, അപ്പം അത് മുക്കൂടെ പടർത്തി പോവാണ് കേട്ടോ. നല്ലൊരു റെഡ് കളറിലുള്ള പൂക്കളുണ്ടാവും. ഇപ്പോൾ അതിൽ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ ഈ മുസാണ്ട ചെടി. അത് ഞാൻ ഫ്രണ്ടിൽ തന്നെ നിർത്തി നോക്കുകയാണ്. അതിലിപ്പോൾ പൂക്കൾ കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് പണ്ടവിടെ ഉണ്ടായിരുന്നതാണ്. അതിലൊരു ഡ്രസ്സിനെ വെച്ചിട്ടുണ്ട്, ഒരു ഹൈറ്റിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് ഞാൻ കുറച്ച് പുല്ലുകളും അതുപോലെ ടട്ടിൽ വൈനും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഈ ഒരു ചെടി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഗാർഡനിലെ കുറച്ച് കുഞ്ഞ് ഇന്നത്തെ പണികൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഗാർഡനിങ്.